Hello my dear friends. Today class we are going to take the 17th chapter, that is Here Comes a Letter. അതായത് ഒരു ലെറ്ററിനെ കുറിച്ച് നമ്മൾ ലെറ്റർ എഴുതാറുണ്ടോ? ഫ്രണ്ട്സിനൊക്കെ ലെറ്റർ എഴുതാറുണ്ടോ നിങ്ങൾ? Now that habit is not there. അല്ലേ, ഇപ്പൊ അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. Because we are having the phone and having so many facilities there. അല്ലേ, WhatsApp, Facebook, through that only we are sending messages. അതിലൂടെയാണ് ഇപ്പൊ എല്ലാവരും മെസ്സേജ് സെൻഡ് ചെയ്യാറ്. പണ്ടൊക്കെ എല്ലാവരും through letter only they are writing these messages. First, it is an inlet letter shown. On the right side of it, it is written the address. See, Ahmad, you tell, how are you? So, Reena is writing to Ahmad and asking, how are you? എങ്ങനെയുണ്ട്? We all friends miss you a lot. ഞങ്ങള് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ ഫ്രണ്ട്സും നിന്നെ ഒരുപാട് മിസ് ചെയ്യണു. Hope you will come to അഗർത്തല ഇൻ ദ വെക്കേഷൻ. വെക്കേഷന്റെ സമയത്ത് നീ അഗർത്തലേക്ക് വരുമെന്ന് ഞങ്ങൾ കരുതുന്നു. റിഗാർഡ്സ് ടു ഓൾ എൽഡേഴ്സ്. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം. ഇറ്റ് ഈസ് റീന ഈസ് സെൻഡിങ് ടു അഹമ്മദ് അലി ഹു ഈസ് നൗ ലിവിംഗ് ഇൻ ന്യൂ ഡൽഹി. ഓക്കെ, I am a letter. A letter, that is letter itself, it is presenting. That is, I am a letter. ഞാൻ ഒരു കത്താണ്. A letter written with a pen and paper by Reena to her friend Ahmad. That is, this letter it is being written by Reena. ഈ ലെറ്റർ എഴുതിയത് ആരാ? റീനയാണ്. ആർക്കാ എഴുതിയിരിക്കുന്നത്? ഫ്രണ്ട് അഹമ്മദിന്. He was in Delhi. I was put in a letter box. So where we kept the, that is after writing, where will we put the letters? We will put the letters in a letter box. Do you know the color of the നിങ്ങൾക്ക് letter box ന്റെ color അറിയോ? It is red color. The postman took me out and put me in the big bag. അപ്പോൾ പോസ്റ്റ്മാന് നമ്മൾ ലെറ്റർ ഇട്ട ശേഷം എന്താ ചെയ്യാറ്? He will took me out, that is he will took the letters out, then he will keep it in a big bag. Okay, വലിയൊരു ബാഗിലേക്ക് ഇടും. Taking a ride on the postman bicycle, I reached the post office. അപ്പോൾ പോസ്റ്റ്മാന്റെ റൈഡ് ആരാ റൈഡ് ചെയ്യണേ? ലെറ്റേഴ്സ് that had been written by Reena is riding on the പോസ്റ്റ്മാന്റെ ബൈസൈക്കിളിലാണ് റീന the letter written by Reena സഞ്ചരിക്കുന്നത്. I reached the post office. പിന്നെ എവിടെ എത്തുക? പോസ്റ്റ് ഓഫീസിൽ എത്തും. There I was taken out of the big bag and stamped hard. അതായത് ലെറ്റർ ആ ബിഗ് ബാഗിൽ നിന്ന് എടുക്കും. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കണ്ടിട്ടില്ലേ, അവരൊരു സ്റ്റാമ്പ് ചെയ്യണത് നല്ല ഒച്ചത്തില് അല്ലേ? സ്റ്റാമ്പ് ഹാർഡ് ഒച്ചത്തിലാണ് സ്റ്റാമ്പ് ചെയ്യുക. The stamp was of Agartala from where my travel began. അതായത് അഗർത്തലയെന്നാണ് ലെറ്റർ പോയിരിക്കുന്നത്. അപ്പൊ സ്റ്റാമ്പ് വാസ് ഫ്രം അഗർത്തല. ആഫ്റ്റർ ഗെറ്റിംഗ് സ്റ്റാമ്പ് ഐ റീച്ച്ഡ് അനദർ ബിഗ് ബാഗ്. സ്റ്റാമ്പ് ചെയ്ത ശേഷം പിന്നെ എവിടെയൊക്കെ എത്തുക? വേറെ ഒരു ബിഗ് ബാഗിൽ എത്തും. ദിസ് ബാഗ് ഹാഡ് മെനി മോർ ലെറ്റേഴ്സ്. ആ ബാഗിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അതിൽ കുറെ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ? ഓൾ ഹെഡിങ് ഫോർ ഡൽഹി. അതൊക്കെ അതായത് പ്ലേസസ്, ഓരോ പ്ലേസ് ആയിട്ട് അവര് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ആയിട്ട് അവര് സോർട്ട് ചെയ്യും. എന്നിട്ട് ആ സ്റ്റേറ്റിൽ എത്തിയ ശേഷമാണ് പിന്നെ സ്മോൾ വില്ലേജസ്, പഞ്ചായത്ത് അങ്ങനെയൊക്കെ ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുക. So this letter is been heading to Delhi. So that bag contains the letters that has to be traveled to Delhi. The red postal van dropped me at the railway station. Appo postal van ille, maybe most probably it is will be in the red color. That is dropped me at the railway station. Appo idu engane pass cheyyunnathu enganeya? Through rail le, ട്രെയിനിലൂടെയാണ് ഈ ലെറ്റേഴ്സ് ഒക്കെ ഡൽഹിയിലേക്ക് എത്തുക. There I got into a train going to Delhi. ഡൽഹിയിലേക്ക് പോണ ഒരു ട്രെയിനിലേക്ക് ഞാൻ കയറിപ്പറ്റി. ഞാൻ എന്ന് പറയുന്നത് ആരാ? ആ ലെറ്റർ ഇല്ലേ, ആ ലെറ്റർ ആണ് ഞാൻ. ആഫ്റ്റർ എ ലോങ് ജേർണി ഓഫ് 5 to 6 days I reached Delhi. അതായത് 4-5 ദിവസത്തിന് ശേഷം, യാത്രയ്ക്ക് ശേഷം, ജേർണി, he reached Delhi. That letter reached Delhi. I was sorted as per the area mentioned in the address written on me. അതായത് ആ അഡ്രസ്സിൽ ഓരോ ഏരിയ സൂചിപ്പിച്ചിട്ടില്ലേ? മാൽവിയ നഗർ. അപ്പൊ ഓരോ നഗർ ഉണ്ടാവും, അതിലേക്കൊക്കെ ലെറ്റർ സോർട്ട് ചെയ്തു. 5 to 6 days എടുത്തിട്ടാണ് ഡൽഹി തന്നെ റീച്ച് ചെയ്തത്. ഫൈനലി ദ പോസ്റ്റ്മാൻ ഡ്രോപ്ഡ് മീ അറ്റ് അഹമ്മദ്സ് ഹൗസ്. അതായത് അവസാനം പോസ്റ്റ്മാന് എന്നെ അഹമ്മദിന്റെ വീട്ടിലെത്തിച്ചു. ഗിവൺ ബിലോ ഇസ് ദ ജേർണി ഓഫ് എ ലെറ്റർ ഷോൺ ത്രൂ ദ പിക്ചേഴ്സ്. അപ്പൊ ഈ പിക്ചറിൽ ഞാൻ സഞ്ചരിച്ച വഴികള് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ഇറ്റ് ഹാഡ് ബി അറേഞ്ച്ഡ് ഓർഡർ. അത് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. സോ ഫസ്റ്റ് വാട്ട് ഈസ് ബീൻ ഫസ്റ്റ് ഡൺ? എന്താ ആദ്യം ചെയ്തത്? എ letter, that is letter been written by Reena. After that അവൾ എന്താ ചെയ്ത്?
പിന്നെ ഒരു റെഡ് ബോക്സിലേക്ക് ഇട്ടു അല്ലെ, റെഡ് ബോക്സിലേക്കാണ് ഇട്ടത്. അതിനുശേഷം it has been sorted, പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അത് സോർട്ട് ചെയ്തു. then it has been stamped hard അല്ലെ, ആ സാധനം കണ്ടോ, അത് വെച്ച് നന്നായി സ്റ്റാമ്പ് ചെയ്തു. then after that the letter is been sent to Delhi. see I have numbered, ഞാൻ ഇവിടെ നമ്പർ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, after it has been sorted to Delhi, ഡൽഹിയിലേക്ക് 2 ബാഗ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. then sixth one, it has been sent to Delhi through the train. after that it has been sorted to different places അല്ലെ, നമ്മൾ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന എന്ത് പ്ലേസ് ആണോ അതിലേക്ക് സോർട്ട് ചെയ്തു. after that seventh one, the postman delivered to that house, that is Malviya Nagar. അതിൽ അഹമ്മദിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. അഹമ്മദിന് ലെറ്റർ കിട്ടി, അയാൾ അത് വായിക്കുകയാണ് അല്ലെ. Reena wrote a letter to Ahmad. write a letter to your friend in the class, don't forget to write your friend's name. അത് റീന എഴുതിയ പോലെ ഒരു ലെറ്റർ, റീന അഹമ്മദിനെ എഴുതിയില്ലേ, ഫ്രണ്ട് അല്ലേ, ആ ഫ്രണ്ടിന് എഴുതിയ പോലെ നിങ്ങളും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന് ഒരു ലെറ്റർ എഴുതുക. അപ്പൊ ലെറ്റർ എഴുതുന്ന സമയത്ത് ഫ്രണ്ടിന്റെ നെയിം ഉറപ്പായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, എവറി വൺ ഹാസ് റിട്ടൺ എ ലെറ്റർ, പുട്ട് വേർ വി ഡു പോസ്റ്റ് ഇറ്റ്. ലെറ്റർ ഒക്കെ എഴുതി കഴിഞ്ഞു, ഇനി നമ്മൾ എവിടെയാ പോസ്റ്റ് ചെയ്യുക? let us make a letter box for the class. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വേണ്ടി നമ്മൾ ഒരു ലെറ്റർ ബോക്സ് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാ ഉണ്ടാക്കുക? ടേക്ക് ആൻ എംപ്റ്റി ഷൂ ബോക്സ്. ഷൂ ബോക്സ് ഇല്ലേ, ഷൂ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ബോക്സ് കിട്ടാറില്ലേ, കട്ടിയുള്ള ബോക്സ്. പെയിന്റ് ഇറ്റ് വിത്ത് റെഡ് കളർ ഓർ പേസ്റ്റ് റെഡ് പേപ്പർ ഓൺ ഇറ്റ്. ഒന്നില്ലെങ്കിൽ അതിന് റെഡ് കളർ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുക, അല്ലെങ്കിലോ ഒരു റെഡ് പേപ്പർ വെച്ചിട്ട് അത് പേസ്റ്റ് ചെയ്യുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിസേഴ്സ് മേക്ക് എ സ്ലിറ്റ് ഇൻ ദ കവർ ഓഫ് ദ ബോക്സ്. അതായത് സിസർ ഉപയോഗിച്ചിട്ട് നമ്മൾ പോസ്റ്റ് ബോക്സ് കണ്ടിട്ടില്ലേ, നമ്മൾ പോസ്റ്റ് ഒക്കെ ഇടാൻ ഒരു ഗ്യാപ്പ് വേണ്ടേ, ആ ഗ്യാപ്പ്, that is the slit. The slit should be big enough for the letters to be put in. അതായത് ലെറ്റർ ഇടാൻ പാകത്തിന്, അത് ഉള്ളിലേക്ക് പോകാൻ പാകത്തിനായിരിക്കണം അതിന്റെ സ്ലിറ്റ്. that is the through which the letters has to be entered. now letter box is ready. ഇപ്പോൾ ലെറ്റർ ബോക്സ് റെഡി ആയി. drop your letters in the letter box. നിങ്ങൾ എന്ത് ചെയ്യണം? drop, you have to put the letters in the letter box. now wait to receive the letter written by you to your friend. then വെയിറ്റ് ചെയ്യുക, നിങ്ങൾ എഴുതിയ ലെറ്റർ ഫ്രണ്ടിന് കിട്ടണ സമയം വരെ വെയിറ്റ് ചെയ്യുക. വൺ ചൈൽഡ് വിൽ ആക്ട് ആസ് എ പോസ്റ്റ്മാൻ. അപ്പൊ ഒരു കുട്ടി ഇതിൽ എന്തായിട്ട് ആക്ട് ചെയ്യുക? പോസ്റ്റ്മാൻ ആയിട്ട് ആക്ട് ചെയ്യണം. ഓർ ഹി ഓർ ഷീ വിൽ ടേക്ക് ഔട്ട് ദ ലെറ്റേഴ്സ് ഫ്രം ദ ലെറ്റർ ബോക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. അതായത് അവളോ അവനോ, maybe a girl or a boy should act as a postman and take out the letters from the letter box and distribute to each other. letters ഒക്കെ ആ ലെറ്റർ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഓരോ കുട്ടികൾക്കായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. Did you enjoy reading your friends letters? ഫ്രണ്ടിന്റെ ലെറ്റർ വായിച്ചിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തോ? just as you wrote a letter to your friend, in the same way your friends and relatives must also be sending letters. അതായത് നിങ്ങൾ ഫ്രണ്ട്സിന് ലെറ്റർ എഴുതിയില്ലേ, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? മേ ബി സെൻഡിങ് ലെറ്റേഴ്സ് ടു യു അല്ലെ. പണ്ടൊക്കെ എല്ലാവരും ലെറ്റേഴ്സിലൂടെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. bring some letters from home to school. that is, bring that type of letters from home, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരും. see how many different types of letters are there. what differences do you see in these letters? which letters have stamps on them? are all the stamps similar? what are the differences? have you seen the stamp of the post office on these letters? അതായത് ലെറ്റേഴ്സ് പറയുമ്പോൾ പലതരം ഉണ്ട്. ബ്ലൂ കളറിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഇല്ല, അതിന്റെ ഫ്രണ്ട് പേജിലാണ് നമ്മൾ അഡ്രസ് ചെയ്യുക. then back side of it is, back side means a plain side will be there. in that they will be writing our messages. ലെറ്റർ എഴുതുന്നത് നമ്മൾ ഉള്ളിലാണ്, പ്ലെയിൻ ആയിരിക്കും. then from to address the different position will be given. പിന്നെ ഇൻലാൻഡ് ലെറ്റർ ഉണ്ട്. പിന്നെ we are sending, that is few years before we will be sending Christmas cards, New Year cards. അപ്പൊ അതൊക്കെ ടൈപ്പ് ഓഫ് കാർഡ്സ് അല്ലെ. അങ്ങനെ പിന്നെ ടെലഗ്രാം, ദാറ്റ് വാസ് ടെലഗ്രാം, അതൊക്കെ ഇപ്പൊ നിർത്തലാക്കി. then collect a different type of stamps. some students may be having the habit of collecting the stamps, coins, different types of coin symbols അല്ലെ. ഓരോ രാജ്യത്തെ കോയിൻ കളക്ട് ചെയ്യുക, അതേപോലത്തെ ഒരു ഹോബിയാണ് സ്റ്റാമ്പ്, കളക്ടിങ് ഓഫ് സ്റ്റാമ്പ്സ്. different types of stamps may be collected. അപ്പൊ your duty is to collect stamp from those letters അല്ലെ. ഏതെങ്കിലും ലെറ്റേഴ്സിൽ നിന്നൊക്കെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുക. വലിയ വലിയ പേഴ്സണാലിറ്റീസിലൊക്കെ സ്റ്റാമ്പ് ഉണ്ടാവും. അപ്പൊ അത് കളക്ട് ചെയ്തിട്ട് ഈ ഒരു കോളത്തിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്യണം. ഓക്കെ. how did your letter reach your friend? it reached because your friend's name and address. അതായത് ലെറ്റർ എങ്ങനെയാ, നമ്മൾ എഴുതിയ ലെറ്റർ എങ്ങനെയാ ഫ്രണ്ടിന് റീച്ച് ചെയ്തത്? ബിക്കോസ് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ to whom we are sending, ആർക്കാണോ അയക്കേണ്ടത് അവരുടെ പേരും അഡ്രസ്സും എഴുതിയിട്ടുണ്ടാവും. on the back side we will be writing our address. ബാക്കിൽ നമ്മളുടെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടാവും. write your full address on the postcard given below.
full address on the postcard given below means here we have to write, that is, I will show now. That is here and all we will be writing whose names, that is to whom we are sending. ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ പേരും അഡ്രസ് ആണ് ഈ ഭാഗത്ത് എഴുതുക. Then here will be that is in this side we will be writing the messages, that is something and all, hello dear, how are you, like that. അങ്ങനെയൊക്കെയുള്ള മെസ്സേജസ് നമ്മൾ ഇവിടെ എഴുതും. താഴെ ഭാഗത്ത് most probably the below sections we will be writing the our address. Okay. Reena's letters reached Delhi by train. Appa Reenade letter engane Delhiil ethiyathu? Trainilodeyana Delhiil ethiyathu. How do you think letters reached distant places where there were no trains? Appa matte idonnu illatha sthalathe eda train onnu illatha sthalathe ee letters okke enganeya ettuക reach cheya by bicycle or some other vehicles. Okay. Visit to a post office. Have you ever visited the post office? See, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ഒക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ്, ലെറ്റർ കാർഡ്സ്, ജസ്റ്റ് ആസ്ക് ദം ക്യാൻ യു ഷോ ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് കാണുക. വിസിറ്റ് എ പോസ്റ്റ് ഓഫീസ് നിയർ യുവർ സ്കൂൾ ഓർ ഹൗസ്. ഒബ്സർവ് ഹൗ ലെറ്റേഴ്സ് റീച്ച് ആൻഡ് ആർ ബീൻ സെൻഡ് ഫ്രം. ഇങ്ങനെ അവിടെ വരുന്ന ലെറ്റേഴ്സ് എങ്ങനെയാണ്, സ്പീഡ് പോസ്റ്റ് എന്താണ്, കൊറിയർ സർവീസ്, ദെൻ പിന്നെന്തൊക്കെയാ അവിടെ എങ്ങനെ സ്റ്റാമ്പ് ചെയ്യണ, അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഐറ്റംസ് അവൈലബിൾ, എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ വരുന്നത്, മീൻസ് കൊറിയർ വിൽ ബി ദർ, സോ മെനി ഡെലിവറി ഐറ്റംസ് വിൽ ബി ദർ, വാട്ട് ആർ ദെയർ കോസ്റ്റ്, സ്റ്റാമ്പിന്റെ വില എന്താണ്, പിന്നെ വെയിറ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് രജിസ്റ്റേർഡ് പോസ്റ്റ് ഒക്കെ സെൻഡ് ചെയ്യണത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാൻ യു സെൻഡ് എ മെസ്സേജ് ടു യുവർ ഫ്രണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ യൂസിംഗ് ദ പോസ്റ്റ് കാർഡ് ദാറ്റ് റീന യൂസ്ഡ്? അതായത് റീന ഉപയോഗിച്ച കത്ത്, ദാറ്റ് ഈസ് ഇൻലൈൻ ലെറ്ററിലൂടെ നമുക്ക് ഇന്ത്യയുടെ ഔട്ട്സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. It will be, that is the stamp will be different and also the type of delivering, it is also different. What other work take place here? There എന്തൊക്കെയാണ് അവിടെ ചെയ്യാറ്, വർക്ക് ഏതൊക്കെ ചെയ്യാറ്? What is this? What are Razia and her Appa saying to each other about letter? Appa, do you know today we learned about the journey of the letter in the class. I want to write a letter to Nani. So he is telling to her sister that we learned, ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൽ എന്താ പഠിച്ചത്, ലെറ്റർ എങ്ങനെയാണ് എഴുതിയ ശേഷം ആ ഭാഗത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തിലേക്ക് എത്തുക. അപ്പൊ എനിക്ക് നാനിക്ക് ഒരു ലെറ്റർ എഴുതണം എന്ന് പറയുക. അപ്പൊ യു ക്യാൻ റൈറ്റ് എ ലെറ്റർ, ഐ ആം ഗോയിങ് ടു മേക്ക് എ ഫോൺ കോൾ, ഇഫ് യു വാണ്ട് യു ക്യാൻ ഓൾസോ കം അലോൺ. നീ ലെറ്റർ എഴുതിക്കോ, ഞാൻ പക്ഷെ ഒന്ന് ഫോൺ കോൾ ചെയ്യാൻ പോവാണ്, നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ കൂടാം. Razia and Appa went out to make a phone call from a shop in the village. അവരുടെ വില്ലേജിലുള്ള ഒരു ഫോൺ ബൂത്ത് അല്ലേ, അതിലേക്ക് ഫോൺ ചെയ്യാൻ പോയി. Appa dialed the phone number and both of them talked to Nani. അപ്പോൾ മൂത്താളല്ലേ, അവര് നമ്പർ ഡയൽ ചെയ്യും, എന്നിട്ട് രണ്ടുപേരും നാനിയുടെ അടുത്ത് സംസാരിക്കും. They gave money to the shopkeeper and returned home happily. Nowadays ഇപ്പോഴെല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്. ഇതൊക്കെ a few days before they are saying this. That is, they went to the mobile, that is phone call from a shop in the village. STD booth ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ പോയിട്ട് അവർ ഫോൺ ചെയ്യാണ്. അതിനുശേഷം നമ്പർ ഡയൽ ചെയ്തിട്ട് ഫോൺ വിളിച്ച ശേഷം ഷോപ്പ് കീപ്പർക്ക് മണി കൊടുത്തു, എന്നിട്ട് റിട്ടേൺ ഹോം ഹാപ്പിലി. വേർ ഓൾ ഹാവ് യു സീൻ ടെലഫോൺസ്? എവിടെയൊക്കെയാണ് നമ്മൾ ഈ ടെലഫോൺസ് കാണാറ്? STD ബൂത്ത്, ഫോൺ കോൾ ചെയ്യുന്ന സ്ഥലത്ത് അല്ലേ. വിത്ത് ഹൂം ഡു യു ടോക്ക് ഓൺ ദ ടെലഫോൺ? We will be talking to persons who are outside, means without outside in the sense far away from us. Which of the two do you like more, writing a letter or making a call? If you are writing a letter means briefly we can explain everything, but if you are making a call means just something and all we will be telling, അല്ലേ? അതായത് which one, ടെലിഫോൺ ആണോ അതോ ലെറ്റർ ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്? മോസ്റ്റ് പ്രോബ്ലി ദ ലെറ്റർ, ബിക്കോസ് എന്തുകൊണ്ടാ, ലെറ്ററിൽ നമുക്ക് ധാരാളം എഴുതാം അല്ലെ, ഡിസ്ക്രൈബ് ചെയ്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ എഴുതാം. ഫോൺ ആണെങ്കിലോ ജസ്റ്റ് എ ടോക്ക് itself is enough for describe everything. Telephones are of different type. Draw pictures of the telephones have you seen? പലതരം ടെലിഫോൺസ് അവൈലബിൾ ആണ് അല്ലെ, പഴയ മോഡൽ ഏതൊക്കെയാ, നമ്പർ ഉണ്ടായിട്ട് അത് ഇങ്ങനെ കറക്കണത്. ദെൻ ഡയലിംഗ് മീൻസ് ജസ്റ്റ് പ്രസിംഗ് ദ നമ്പേഴ്സ് അവൈലബിൾ. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള ഫോൺസ് അവൈലബിൾ ആണ്. സോ യു ഹാവ് ടു ഡ്രോ ദ ടെലിഫോൺസ് വിച്ച് ഹാസ്, നിങ്ങൾ കണ്ട ടെലിഫോൺസ് ഇവിടെ ഒന്ന് വരയ്ക്കുക. വാട്ട് എവർ പർപ്പസ്, വരയ്ക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യോ, യു ക്യാൻ സീ ആസ് യുവർ വിഷ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ചെയ്യും.
What all purposes can these telephones be used for? ഈ ടെലിഫോൺസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണം? മേക്ക് യുവർ ഓൺ ടെലിഫോൺ. അതായത് നമ്മുടെ സ്വന്തമായിട്ട് ഒരു ടെലിഫോൺ ഉണ്ടാക്കുക, നമ്പറൊക്കെ വെച്ച് ഡയൽ ചെയ്യണ പോലത്തെ. ഫോർ ദിസ് യു നീഡ് 2 empty match boxes or ice cream cups and a thread. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാ യൂസ് ചെയ്യുക? അതായത് കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കില്ലേ, എന്തൊക്കെയാ? 2 empty match boxes, തീപ്പെട്ടിയുടെ ബോക്സ്, or ice cream cups, ഐസ്ക്രീമിന്റെ കപ്സ് ഇല്ലേ അത്, and a thread. The thread means the ice cream will be, cup will be fixed by a thread, and the person also will be holding the thread. So a voice will be passed from one knot to another knot. Make hole in both the match boxes. അതായത് ഈ രണ്ട് മാച്ച് ബോക്സിലും ഐസ്ക്രീം കപ്പിലും ഹോൾ ഉണ്ടാക്കുക. പാസ് എ ത്രെഡ് ത്രൂ ദ ബോത്ത് ദ ഹോൾസ്. എന്നിട്ട് ഇതിൽ രണ്ടിലും കൂടിയിട്ട് എന്താ പാസ് ചെയ്യണത്? ഒരു ത്രെഡ് പാസ് ചെയ്യും. ടൈ നോട്ട് ഓൺ ബോത്ത് ദ എൻഡ്സ് ഓഫ് ദ ത്രെഡ്. അതായത് അതിനെ ടൈറ്റ് ആക്കി വെക്കുക. നോട്ട് എന്തിനാണ്? ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഉണ്ടാക്കി വെക്കുന്നത്. നൂലുകൊണ്ട് നമ്മൾ കെട്ടിടില്ലേ അത്. Your telephone is now ready. ഇപ്പോൾ ടെലിഫോൺ റെഡിയാ. Ask your friend to put one end of the telephone next to his ear. That is, keep one end of the telephone. Telephone is made up of matchbox or ice cream cups. അതിൽ ഒരു എൻഡ് ഒരാളുടെ ചെവിയിൽ വെക്കുക. And you hold the other end close to your mouth. ഒരാൾ മൗത്തിലേക്ക് വെക്കുക. Take care that the thread remains stretched and does not touch anyone. ത്രെഡ് നല്ല നീളത്തിൽ കിടക്കേണ്ട, അത് എവിടെയും തട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. സ്റ്റാർട്ട് ആക്കി എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുക. ഡിസൈൻ യുവർ ഓൺ ഫോൺ. മെൻഷൻ ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഫോൺ ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ പെക്യൂരിയാരിറ്റീസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. വി റോട്ട് എ ലെറ്റർ, വി ഓൾസോ മെയ്ഡ് എ ഫോൺ കോൾ. ഞങ്ങൾ ലെറ്ററും എഴുതി ഫോൺ കോളും ചെയ്തു. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ എ ലെറ്റർ ആൻഡ് എ ഫോൺ കോൾ? ലെറ്ററും ഫോൺ കോളും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ഇതൊക്കെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിലൂടെ, അത് നിങ്ങൾ എഴുതുക, നോട്ടിൽ എഴുതുക. വാട്ട് ആർ ദ അതർ മീൻസ് ഓഫ് സെൻഡിങ് മെസ്സേജസ് ഇഫ് ദർ ഇസ് നോ പോസ്റ്റ് ഓഫീസ്? പോസ്റ്റ് ഓഫീസ് ഇല്ലെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുക? So think and write. Okay, that's all about this chapter. If you like this chapter, please do subscribe my channel. Okay, thank you.